നമസ്കാരം. സ്പീഡ് ന്യൂസ്. തൃശൂർ കോർപ്പറേഷൻ മേയറുമായുള്ള തർക്കത്തിൽ കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. BJP സംസ്ഥാന പ്രസിഡന്റ് മേയറുടെ വീട്ടിൽ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്നും സുനിൽകുമാർ. ഉത്സവങ്ങളിലെ വെടിക്കെട്ട് മുടങ്ങുന്ന കേന്ദ്ര നിയമത്തിന് പിന്നിൽ ശിവകാശി ലോബിയെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ. പെസോയുടെ നിയമത്തിൽ ഇളവ് വരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് ആവശ്യം. പാലിയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് കരോൾ മുടക്കിയ SIക്ക് ക്ലീൻ ചിറ്റ് നൽകി അന്വേഷണ സംഘം. SIയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പള്ളി അധികൃതർ. ജില്ലയുടെ മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. കാട്ടുമൃഗങ്ങളെ ഭയന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മലയോരവാസികൾ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ജനുവരി 1 വരെ സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം. ഈ കാലയളവിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയതായി പൊതുഭരണ വകുപ്പ്. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനം. സർക്കാരുമായുള്ള ഭിന്നത കണക്കിലെടുത്താണ് യാത്രയയപ്പ് വേണ്ടെന്ന് വെച്ചത്. ജില്ലയിൽ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുന്നു. 1 വർഷത്തിനിടയിൽ ജില്ലയിൽ പിടികൂടിയത് 100 കണക്കിന് കിലോ കഞ്ചാവ്. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കി. ശിക്ഷാവിധി ജനുവരി 3 മാറ്റി. ഇന്ത്യയുടെ മതേതര പാരമ്പര്യം സംരക്ഷിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ടെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ആമ്പല്ലൂരിൽ നടക്കുന്ന SYS കേരള യുവജന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളത്ത് കുടുംബ തർക്കത്തെ തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും കാറിൽ പിന്തുടർന്ന് ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ദമ്പതികൾ പരാതിയില്ലെന്ന് സ്റ്റേഷനിൽ എഴുതി നൽകിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വിട്ടയച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ K. മീനാക്ഷി ഉദ്ഘാടനം ചെയ്തു. 1957 മുതൽ 2024 വരെയുള്ള ബാച്ചുകളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് 12 ദിവസങ്ങളിലായി നടത്തുന്ന ദ്വാദശദിന മഹാധന്വന്തരി യജ്ഞത്തിന് തുടക്കമായി. ജനുവരി 10 പ്രസിദ്ധമായ നെല്ലുവായി വൈകുണ്ഠ ഏകാദശി. മുല്ലശ്ശേരി പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ത്രിപുരയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘം സന്ദർശനം നടത്തി. സംഘത്തെ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കുന്നംകുളം നഗരസഭ 31-ാം വാർഡിലെ അഞ്ഞൂർ കുന്ന് 109-ാം നമ്പർ അങ്കണവാടി കെട്ടിടം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. തൃശൂർ പഴയനടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ ഉപനിഷത്ത് പാരായണം നടന്നു. സമൂഹം പ്രസിഡന്റ് ദേവനാരായണൻ, സെക്രട്ടറി S. ശിവരാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ 10-ാം ഉദയം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുശോചിച്ചു. വാർഡംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, മേറ്റുമാരായ ഗ്രേസി വർഗീസ്, ജിനി ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ബീച്ചിൽ ഡിസംബർ 30-31 തീയതികളിൽ നടത്താനിരുന്ന ക്രിസ്തുമസ് പുതുവത്സരാഘോഷം മാറ്റിവെച്ചു. ആഘോഷ പരിപാടികൾ ജനുവരി 4-5 തീയതികളിലായി നടത്തുമെന്ന് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു.
പ്രൊഫഷണൽ ഫെസ്റ്റിവൽ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 30-ന് നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സമ്മേളനം ചലച്ചിത്ര താരം കുളപ്പുള്ളി ലീല ഉദ്ഘാടനം ചെയ്യും. ഉത്സവവേളകളിൽ ആശംസകൾ കൈമാറുന്നതിലും മധുരം നൽകുന്നതിലും രാഷ്ട്രീയം കാണരുതെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. VS സുനിൽകുമാർ മേയർ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വത്സരാജ്. KSEBയുടെ നവീകരിച്ച ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യാർഡ് പ്രവർത്തന സജ്ജമായി. KSEBയുടെ ഉടമസ്ഥതയിലുള്ള 4.88 ഏക്കർ ഭൂമിയിൽ 5,40,00,000 രൂപ ചെലവഴിച്ചാണ് പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. LDF UDF മുന്നണികൾ ഭരിക്കുന്ന തൃശൂർ ജില്ലയിലെ സഹകരണ സംഘങ്ങളിൽ നടന്നത് 1000 കോടിയുടെ ക്രമക്കേടുകളും തട്ടിപ്പുമാണെന്ന് BJP ജില്ലാ സഹകരണ സെൽ ആരോപിച്ചു. 1000 കോടിയിൽ 700 കോടിയോളം രൂപ സഹകാരികളിൽ നിന്നും തട്ടിയെടുത്തതാണെന്നാണ് ആരോപണം. ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ ഈ മാസം 30-ന് നടക്കും. പ്രസിഡന്റ് TP ഗിരീശൻ, സെക്രട്ടറി ലൈല സക്കീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ തൃശൂരിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് അനുശോചന യോഗം ചേർന്നു. മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ, TN പ്രതാപൻ, ജോസ് വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച അധ്യാപകർക്ക് നൽകിവരുന്ന MV ഡാനിയേൽ മാസ്റ്റർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മാർച്ചിൽ ഇരിഞ്ഞാലക്കുടയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗതാഗത നിയമലംഘനം തടയാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പോലീസുമായി സഹകരിച്ച് വാഹന പരിശോധന ഊർജിതമാക്കുന്നു. ജനുവരി 15 വരെ കർശന പരിശോധന തുടരും. കഴിമ്പ്രം തീരോത്സവത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര പഞ്ചായത്ത് ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയ ഉപഭോക്തൃ ദിനം ആചരിച്ചു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന ഡയറക്ടർ പ്രിൻസ് തെക്കൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അരിമ്പൂർ പഞ്ചായത്തിൽ കുട്ടികൾക്കായി ബാലസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നെല്ലുവായ ശ്രീ ധന്വന്തരി പുരസ്കാരം ഡോക്ടർ D രാമനാഥന് 25,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം ജനുവരി 8-ന് സമ്മാനിക്കും. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപം ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകൻ വലയുന്നു. മാടായിക്കോണം സ്വദേശി ഗോപിനാഥനാണ് ദുരിതമനുഭവിക്കുന്നത്. ഗോപിനാഥന് ബാങ്കിൽ 32 ലക്ഷം രൂപ നിക്ഷേപമുണ്ട്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.